ഹലോ അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖല്ലേ? ഇനി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ പായസം എന്താണ്? അത് സേമിയ സാബുനരിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക നോക്കിയാലോ. ആദ്യം തന്നെ ഒരു പാൻ വെച്ചിട്ട് സാബുനരി നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കുക. ഇതിപ്പോൾ വറവായി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കുക. ഇനി നമുക്ക് ഈ പാനിൽ തന്നെ നമുക്ക് ഇവിടെ സേമിയ വറുത്തെടുക്കണം. ചെറുതായി പീസാക്കിയാണ്ട് സേമിയ ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുക. ഇനി നമുക്ക് സാബുനരി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം ഇതുപോലെ കേട്ടോ. ഇനി നമുക്ക് പാല് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചിട്ട് ഈ വേവിച്ച് വെച്ച സാബുനരി ഇല്ലേനോ അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് ഒഴിച്ചു കൊടുക്കുന്ന ടൈമിൽ തന്നെ നമുക്ക് ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കട്ട പിടിച്ചു പോകും. അപ്പോൾ നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് ഇനി നമുക്ക് സേമിയ വറുത്ത് വെച്ചിട്ടില്ലേനോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് നമ്മൾ കുറച്ച് ഇട്ട് കൊടുക്കണം, അപ്പോഴുള്ള പായസത്തിന് ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്ത് വരുന്ന ടൈമിൽ നമുക്കിത് കുറച്ച് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുക. ഇവിടെ വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മളെ പായസത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനിയാണ് കേട്ടോ നമ്മൾ മെയിൻ സാധനം ഒഴിക്കാൻ പോണത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമ്മളെ മിൽക്ക് മെയ്ഡ് അടിപൊളിയാണ്. ഇതിട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ പായസം ആവണം എന്നുണ്ടെങ്കിൽ ഇത് ഒഴിക്കണം. ഇനി നമുക്കിത് ഇതിക്ക് ഫുള്ള് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം പഞ്ചസാര ഇടുന്ന ടൈമിൽ പഞ്ചസാര ഒന്ന് കുറച്ച് ഇടണം കേട്ടോ. കാരണം ഈ മിൽക്ക് മെയ്ഡ് കൂടി ഒഴിക്കുമ്പോൾ ഭയങ്കര മധുരമായിരിക്കും. ഇപ്പം നമ്മളെ പായസം ഒന്നും കൂടി കട്ടിയൊക്കെ കൂടി പാകത്തിനായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.